പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. ദൃശ്യം ത്രീയും മെയ് 21 ദൃശ്യം 3 റിലീഫാകാൻ പോകുന്നത്. ദൃശ്യം എന്ന് കേൾക്കുമ്പം തന്നെ മലയാളികൾക്ക് പ്രത്യേക ഒരു വികാരമാണ് അല്ലേ? ദൃശ്യം 1, ദൃശ്യം 2, ദൃശ്യം 3, ഇനി ദൃശ്യം 4 ഒക്കെ ഉണ്ടാകാമായിരിക്കാം. അത്രമേൽ ജോർജ് കുട്ടി മലയാളികളുടെ മനസ്സിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. ദൃശ്യത്തെപ്പറ്റി പല റെക്കോർഡിൻ്റെ കഥകളും നമ്മൾ കേട്ടിട്ടുണ്ട്. ആദ്യത്തെ 50 കോടിയായിരുന്നു ദൃശ്യം 1. അതുവരെ മലയാള സിനിമയിൽ അങ്ങനെ ദൃശ്യം 50 കോടിയെന്നൊന്നും നമ്മൾ കേട്ടിട്ടില്ല. പിന്നെ ദൃശ്യത്തിലൂടെ അത് സാധിച്ചു. ദൃശ്യം 2 എന്ന് പറയുന്ന ആദ്യമായിട്ട് OTT ഒരു സിനിമ, അതും സൂപ്പർ സ്റ്റാറിൻ്റെ ഒരു സിനിമ റിലീസ് ചെയ്യുന്നു. അത് ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർ കാണുന്നു. അങ്ങനെ അതൊരു വമ്പൻ ഹിറ്റായിട്ട് മാറും. അതിനുശേഷം ദൃശ്യം 3 വരും. ദൃശ്യം 3 ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരുന്നപ്പം തന്നെ പനോരമ സ്റ്റുഡിയോ ഈ ദൃശ്യം 3 മൊത്തം അങ്ങ് വാങ്ങിച്ചു. അത് 360 കോടി രൂപയ്ക്കാണ് ഇത് വാങ്ങിയതായിട്ടാണ് പ്രസിദ്ധ നിർമ്മാതാവ് രഞ്ജിത്ത് പുറത്തുവിട്ട വാചകങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലായത്. അത് തന്നെ മലയാളികളെ ഞെട്ടിപ്പിച്ചു. പിന്നെ ഇതിൻ്റെ OTT, ഇതിൻ്റെ സാറ്റലൈറ്റ്, ഇതിൻ്റെ തുകയൊക്കെ കേട്ട് കഴിയുമ്പം എല്ലാവരും ഞെട്ടിത്തിരിച്ച് നിൽക്കുകയാണ്. ഏതാണ് സത്യം? ഇത് സത്യമോ മിഥ്യയോ എന്നറിയാൻ വയ്യാതെ. പിന്നെ ദൃശ്യമായതുകൊണ്ട് നമുക്കറിയാം ദൃശ്യം ഇതിൻ്റെ അപ്പുറം കാണിക്കാനുള്ള മാജിക്ക് ദൃശ്യത്തിനുണ്ട് എന്നുള്ളത്. അത് വേറെ ഒരു സിനിമ പോലുമല്ല ദൃശ്യം എന്ന് പറയുന്നത്. ജോർജ് കുട്ടി ഒരു മാജിക്കാണ്. വേറെ എല്ലാ കഥാപാത്രങ്ങളിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന ജോർജ് കുട്ടി. ആ 4ാം ക്ലാസ്സുകാരൻ്റെ ബുദ്ധി ആ ചിത്രത്തിനും അത് കൃത്യമായിട്ട് കാണുന്നുണ്ട്. ഏതായാലും അതിനുശേഷം 11 ദിവസത്തിന് മുമ്പ് തന്നെ, ഇന്നലെ 11 ദിവസത്തിന് മുമ്പ് തന്നെ ഇതിൻ്റെ ബുക്കിംഗ് ആരംഭിച്ചു. മെയ് 21 ബുക്കിംഗ്. അപ്പോൾ കേരളത്തിൽ ഇന്നലെ ബുക്കിംഗ് ആരംഭിച്ചപ്പം ഏകദേശം 72,000 ടിക്കറ്റുകളാണ് ബുക്ക് മൈ ഷോയിലൂടെ മാത്രം വിറ്റുപോയത്. അപ്പം ബുക്കിംഗ് ആരംഭിച്ചു. അതും 10 ദിവസത്തിന് മുമ്പ് ബുക്കിംഗ് ആരംഭിച്ച ചിത്രം 72,000 ചിലവാനും ടിക്കറ്റ് വിറ്റുമാറി എന്ന് പറയുമ്പോൾ ആ ചിത്രം എന്തുമാത്രം ഹൈപ്പിൽ നിൽക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഈ ചിത്രം റിലീസ് ആകുന്നതിന് മുമ്പ് തന്നെ 6,000-7,000 ടിക്കറ്റാണ് മണിക്കൂറിൽ 8,000 വരെ ചില സമയത്ത് വിറ്റുമാറിക്കൊണ്ടിരുന്നത്. അത്രമേൽ ഹൈപ്പ്. ഈ ഹൈപ്പ് നമ്മൾ കണ്ടേക്കുന്ന ചിത്രം ബുക്കിംഗ് ആരംഭിച്ചപ്പോഴാണ് ഈ ഹൈപ്പ് നമ്മൾ കണ്ടത്. അതിനുശേഷം വീണ്ടും ഒരു ലാലേട്ടൻ ചിത്രമാണ് മാജിക്കൽ സൃഷ്ടിക്കുന്നത് ടിക്കറ്റ് വിൽപ്പനയിൽ. എമ്പുരാൻ്റെ കളക്ഷൻ റെക്കോർഡുകൾ തകർക്കുമോ എന്നറിയാൻ വേണ്ടിയാണ് നമ്മൾ കാത്തിരിക്കുന്നത്. ഒരു ലാലേട്ടൻ ചിത്രത്തിൻ്റെ റെക്കോർഡ് തകർക്കാൻ മറ്റൊരു ലാലേട്ടൻ ചിത്രം വേണം എന്നുള്ളത് ഏകദേശം ഉറപ്പാണ്. എമ്പുരാൻ്റെ റെക്കോർഡ് തകർക്കാൻ ദൃശ്യത്തിനാകുമോ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഏകദേശം 68 കോടിയുണ്ട് ആദ്യ ദിവസത്തെ കളക്ഷൻ. അത് തകർക്കാൻ ദൃശ്യത്തിനാകുമോ? നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതിനിടയിൽ പുറത്തു വരുന്ന പ്രീഫെയിൽ കളക്ഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കേരളത്തിൽ നിന്ന് ഏകദേശം 2 കോടി രൂപയ്ക്കടുത്തായി ഇതിൻ്റെ പ്രീഫെയിൽ എന്നാണ് അറിയാൻ പറ്റുന്നത്. വേൾഡ് വൈഡ് ഈ ചിത്രം 6 കോടിക്കടുത്ത് എത്തുന്നു എന്നുള്ളതാണ്. അപ്പം ആദ്യ ദിവസം പിന്നിടുമ്പോൾ ഏകദേശം 6 കോടിയോളം രൂപയോളം പ്രീഫെയിൽ ഇനത്തിൽ തന്നെ ഈ ചിത്രം നേടിയിട്ടുണ്ട്. കേരളത്തിൽ അത് 2 കോടിക്കടുത്താകുന്നു. ആദ്യ ദിന കളക്ഷൻ എന്ന് പറയുന്നത് എമ്പുരാൻ്റെ പേരിലാണല്ലോ കേരളത്തിലെ തിയേറ്ററുകളിൽ നിന്നത്. ലിയോയുടെ കളക്ഷൻ എമ്പുരാൻ തകർക്കുന്നു. ഏകദേശം 14 കോടിക്ക് മുകളിലാണ് എമ്പുരാൻ്റെ റെക്കോർഡ്. അതും ഒരു 15 കോടിയൊക്കെ കളക്ട് ചെയ്ത് ദൃശ്യം 3 കളക്ട് ചെയ്യുമോ എന്നൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. അതുപോലെ വേൾഡ് വൈഡ് 68 കോടിയായിരുന്നു ആദ്യ ദിവസത്തെ കളക്ഷൻ. റെക്കോർഡ് തകർക്കുമോ എന്നൊക്കെ അറിയാൻ വേണ്ടിയാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. ഇതിനിടയിൽ വേറെ ഒരു വാർത്ത ചിത്രവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നുണ്ട്. നമ്മൾ ട്രെയിലർ കണ്ടു കഴിഞ്ഞപ്പോൾ നമുക്ക് ഏകദേശം മനസ്സിലായി ഇതൊരു സെൻറ്റിമെൻറ്റ്സ്, ഇമോഷണൽ ട്രാക്കിൽ പോകാൻ ഇഷ്ടപ്പെടുന്ന ഒരു ചിത്രമാണെന്ന് തോന്നുന്നു. കാരണം ജിത്തു ഇതിനു മുമ്പ് തന്നെ പറഞ്ഞു ഇതൊരു വേറെ ലെവൽ. ഇത്രയും നാളും ഒരു കൊലപാതകമൊക്കെ ചെയ്തതിന് ശേഷം അതെല്ലാം ഒളിപ്പിച്ചു വെച്ച് ഒരു വശത്ത് മീഡിയ, മറ്റൊരു വശത്ത് പോലീസുകാർ,
പിന്നെ നാട്ടുകാർ എല്ലാത്തിൻ്റെയും കൂടി ഇടയിൽ പെട്ടിങ്ങനെ നടക്കുന്ന, ഇന്ന് പിടിക്കപ്പെടുമോ നാളെ പിടിക്കപ്പെടുമോ എന്നറിയാതെ ഇങ്ങനെ കുഴലുന്ന ഒരു സാധാരണക്കാരൻ. അയാളുടെ മാനസികവിധ എന്ന് പറയുന്നത് വളരെ വലുതായിരിക്കും. ആ രീതിയിലേക്ക് പറഞ്ഞു ഫലിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു ചിത്രമാണ് ഇത് എന്നുള്ളതാണ് ജിത്തു നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളത്. അതുമല്ല, 2 പെൺമക്കളാണ് അദ്ദേഹത്തിനുള്ളത്. അവരുടെ ഭാവി നോക്കണം. പിന്നെ വീട്ടുകാരെന്ത് തരും. ഈ ചിത്രത്തിലെ ട്രെയിലറിൽ തന്നെ പറയുന്നുണ്ട്, അവരുടെ അച്ഛനൊരു കൊലപാതകിയാണോ എന്ന് അവർ ചിന്തിക്കുമോ എന്നുള്ളതാണ് പുള്ളിയുടെ ഒരു പേടി. ഏതായാലും നാട്ടുകാർ ചിന്തിച്ചു തുടങ്ങി. ഇനി വീട്ടുകാരും കൂടെ ചിന്തിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്തിനു വേണ്ടിയാണ്, അവർക്ക് വേണ്ടിയല്ലേ ചെയ്തത് എന്നുള്ളൊരു തോന്നലൊക്കെ ആ മനുഷ്യനിലുണ്ടാകാം. ലാലേട്ടൻ എന്ന് പറയുന്ന വ്യക്തിയുടെ കൃത്യമായിട്ട് ചില മാനർഷങ്ങൾ ഈ ചിത്രത്തിൽ കാണാൻ പറ്റും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അഭിനയ പ്രാധാന്യമുള്ള ഒരു കഥാപാത്രം തന്നെയാണ് ലാലേട്ടനിൽ നിന്ന് ഉണ്ടാകാൻ പോകുന്നത് എന്നൊക്കെ ട്രെയിലർ സൂചിപ്പിക്കുന്നുണ്ട്. പിന്നെ ദൃശ്യം 1 പോലെയോ ദൃശ്യം 2 പോലെയൊക്കെ നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലാണോ ഇത് ട്രീറ്റ് ചെയ്തേക്കുന്നതെന്ന് നമുക്കറിയില്ല. പിന്നെ ഒരു കാര്യമുണ്ട്, ഇതിന് ദൃശ്യത്തെ സംബന്ധിച്ച് ഈ കഥാപാത്രങ്ങളെല്ലാം നമുക്ക് അറിയാവുന്നതാണ്. ഇതെങ്ങനെയാണ് പോകുന്നതെന്ന് നമുക്ക് കൃത്യമായിട്ടറിയാം. പിന്നെ കൃത്യമായിട്ടൊരു കഥ പറഞ്ഞു പോയിട്ടുണ്ട്, ഒരു ട്വിസ്റ്റും ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ഈ ചിത്രം വിജയിക്കുമെന്ന് 100% ഉറപ്പാണ്. ഫിഫ് മേഖലയിൽ സെൻസർ കഴിഞ്ഞപ്പം അതുപോലെ ഇതിന് പോസിറ്റീവ് റിവ്യൂ കിട്ടിയിരിക്കുന്നത് എന്നുള്ള വാർത്തയും പുറത്തു വരുന്നുണ്ട്. ഹെവി പോസിറ്റീവ് രീതിയിൽ തന്നെയാണ് ചിത്രം സെൻസർ കഴിയുമ്പോൾ മനസ്സിലാകുന്നത്. അപ്പോൾ അതുകൊണ്ട് ആദ്യത്തെ പ്രിവ്യൂ തന്നെ പോസിറ്റീവ് വന്നുകൊണ്ട് ഇതൊരു വമ്പൻ ഹിറ്റിലേക്ക് നീങ്ങും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഒരുപക്ഷെ മലയാള സിനിമ ഇന്നേ വരെ കാണാത്ത കളക്ഷൻ ഒരു 500 കോടിയിലേക്കൊക്കെ ചിത്രം എത്തുമോ എന്നുള്ളതാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. ഒരു ചിത്രം ഇറങ്ങിക്കഴിഞ്ഞാൽ ഇത് വിജയിക്കുമോ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഇപ്രാവശ്യം ഇത് വിജയിച്ചാണ് ചിത്രം തുടങ്ങിയിരിക്കുന്നത്. വിജയിച്ചും ലാഭമൊക്കെ നേടിയാണ് തുടങ്ങിയിരിക്കുന്നത്. പിന്നെ ആദ്യത്തെ ദിവസത്തെ കേരള കളക്ഷൻ, വേൾഡ് വൈഡ് ആദ്യത്തെ ദിവസത്തെ കളക്ഷൻ, അതുപോലെ ടോട്ടൽ കളക്ഷൻ, ഇതൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അല്ലാതെ വേറെ ഈ ചിത്രം വിജയിക്കുമോ, ഈ ചിത്രം പോസിറ്റീവ് ആണോ എന്നൊന്നും അറിയില്ല. പോസിറ്റീവ് ആണെങ്കിൽ സിനിമ ചിലപ്പോൾ 500 കോടി കടക്കാനുള്ള സാധ്യതയും നമ്മൾ കാണുന്നുണ്ട്. ആ ലെവൽ തന്നെയാണ് ചിത്രം മലയാള പ്രേക്ഷകർ നോക്കി കാണുന്നത്. പിന്നെ ദൃശ്യം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ദൃശ്യം എന്ന് പറഞ്ഞാൽ മലയാളികളുടെ ഒരു വികാരമാണ്. മലയാള സിനിമ ഇഷ്ടപ്പെടുന്നവരുടെ ഒരു എന്താ പറയുന്നത്, ഒരു മാജിക്ക് മൂമെൻ്റാണ് ദൃശ്യം 3 കാണാൻ വേണ്ടി കാത്തിരിക്കുമ്പോൾ. അപ്പം ദൃശ്യം 3, ഇനിയും ദൃശ്യം 4 കാണാം, ദൃശ്യം 5 കാണാം. ഇതൊക്കെ കാലമാണ് തെളിയിക്കുന്നത്. അതിന് വേണ്ടി ജിത്തുവിനുമൊക്കെ നമ്മൾ വിട്ടുകൊടുക്കാം. ഏതായാലും ദൃശ്യം വിശേഷങ്ങൾ ഇവിടെ തീരുന്നില്ല. ഇനി 10 ദിവസങ്ങളും കൂടെ ദൃശ്യം കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. മെയ് 21. അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും ഞാൻ എത്തും വരെ ഓക്കെ.